ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി 12 മണി ആയപ്പോൾ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സുജി, അതായത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ തന്നു. ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ 2 ഡേയ്സ് മുമ്പ് തന്നെ എനിക്ക് ഡ്രൈവൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് 28 ജൂലൈ ആണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ഇടാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് മതി ഗിഫ്റ്റ് ഇപ്രാവശ്യം. എന്തെങ്കിലും ഗിഫ്റ്റ് എല്ലാ പ്രാവശ്യവും തരാറുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റ് അത് മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു ഡ്രൈവ് പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നലെ ഓൾറെഡി നല്ല ലേറ്റായിട്ട് കിടന്നപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മേലിൽ. അപ്പോൾ റൂമൊക്കെ ഫുള്ള് വൃത്തികേടായി. അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ മക്കളും ഹസ്ബൻഡും നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ എപ്പോൾ എണീറ്റ് എപ്പോൾ പോകാനൊന്നും എനിക്കറിയില്ല. തിരിച്ച് വരുവും വേണം, നാളെ സ്കൂളും ഉണ്ട്. അപ്പോൾ അതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു ഡ്രൈവ് എന്തായാലും അടിപൊളിയല്ലേ, ജസ്റ്റ് ഒരു ഡ്രൈവ് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ എൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത വീഡിയോയും ഗിഫ്റ്റ് തന്ന വീഡിയോയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പൊ ഫോട്ടോ എടുക്കേണ്ട വീഡിയോ ഉണ്ട്. ഒന്നങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മള് അമ്മന് വെയിറ്റ് ചെയ്തില്ല. കർഷ കൊടുക്കാരിയാ. നീനാപ്പി കൊടുത്തില്ല, ബായ് കൊടുത്തില്ല. അറിയാ നമ്മ കട്ട് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് പരിപാടി എനിക്ക് തന്നെയാണ് കേട്ടോ. കുറേ ആ സോഫയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ ക്ലീൻ ചെയ്തു. ഇനി കേക്ക് എടുത്ത് വെക്കണം. കുറച്ച് താഴെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാക്യൂം ക്ലീനർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതപ്പോൾ മക്കളും കൂടി ഹെൽപ്പ് ചെയ്യാണ് എല്ലാം നീറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് വാങ്ങിത്തന്ന ആ ബ്രേസ്ലെറ്റ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഡ്രൈവ് പോവാന്നുള്ളത് ഓൾറെഡി സമ്മതിച്ച കാര്യമാണ്. സോ ഇനി വേറൊരു ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങി തന്നപ്പോൾ ഓക്കെ അതുണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ.
അപ്പോൾ ഇത് ഭയങ്കര സർപ്രൈസായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ കെട്ടിത്തന്നു കേട്ടോ. ഇതാണ് എനിക്ക് വാങ്ങി തന്ന ഡ്രസ്സ്. അതൊരു പാർട്ടി വെയറാണ്. ബ്ലാക്ക് കളറാണ് എൻ്റെ ഫേവറേറ്റ്. അത് സുജിക്ക് അറിയാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വാങ്ങി തന്നതാണ്. അപ്പോൾ ഇനി തിരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ വരാം കേട്ടോ. അതൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് 3 ആളെ വിളിച്ചോണ്ടാന്ന് വിചാരിച്ചു. ഒരാളെ എണീച്ചുണ്ട്. മമ്മ എന്നുള്ള വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. പോയേക്കാം. പോയിട്ട് പല്ല് വെച്ചാൽ മുഖമൊക്കെ ഒന്ന് കഴുകും. അപ്പോൾ ഉറക്കമൊക്കെ പോകും. ഒരു അമ്മ ചായ ഉണ്ടാക്കിയിട്ട് തരാം. ചായ ബിസ്ക്കറ്റും കഴിച്ചാൽ നമുക്ക് പോകാട്ടോ. നമ്മള് വയനാട്ടിലേക്ക് പോവാണ് ഗായ്സ്. ഫോറസ്റ്റിക്ക് ടോട്ടോനെയും കൊണ്ടുപോകണ്ടല്ലേ? നമ്മളൊരു പ്രാവശ്യം കൊണ്ടുപോയിട്ടില്ലേ മൈസൂരൊക്കെ പോയപ്പോ? വിസ്താരയിലും പോയിട്ടുണ്ട്. വിസ്താര റിസോർട്ടിലല്ലേ വയനാട്ടിലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈസൂര് സൂവിലൊക്കെ പോയി. ഇത് ടോട്ടോ ന്യൂസ് പേപ്പർ കീറി വെച്ചത്. രാവിലെ തന്നെ ടോട്ടോ ചെയ്തു വെച്ച അക്രമം. അപ്പോൾ എല്ലാവരും എണീപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. ഇത് മക്കൾക്കുള്ള ചായ ഉണ്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അവരവിടെ കളിക്കുകയാണ് കേട്ടോ. ടോട്ടോനെ വെച്ചിട്ട് സൈക്കിളിൽ എങ്ങനെ ഇരുത്തി കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം ചെയ്യാണ്. ടോട്ടോ ആണെങ്കിൽ നേരക്ക് ഇരിക്കേയില്ല. അങ്ങനെ ഞാനും സുജിയൊക്കെ ചായ കുടിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പോണ വഴിക്ക് കഴിക്കാം. ഞാൻ അതിനുള്ള ടൈം വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ബിസ്ക്കറ്റും ചായയും മാത്രമാണ് കുടിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മള് ടോട്ടോനെ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഗായ്സ്. ടോട്ടോന്റെ പാമ്പേഴ്സും ടോട്ടോന്റെ ഡ്രസ്സും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് ഫിറ്റ് ആണോ എന്ന് അറിയില്ല. അതിന് ഒന്ന് ഇട്ട് നോക്കണ്ടാവും. രാത്രി ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമെങ്കിലും ഞാൻ മക്കളെ ഒരു പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവരെന്തെങ്കിലും മേലിലാക്കിയാലും ഒരു സേഫ്റ്റിക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തറിയോ, ഉള്ളില് ആ സാധനം ഉണ്ട്, ആ ജെല്ലുണ്ട്. ബേബി മാറി തോന്നുന്നുണ്ട്. സത്യം പറയാ. അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു വിളിക്കണേ. സെറ്റ് പോളാ. അപ്പൊ ഗൈസ് നമ്മളുടെ ടോട്ടോന്റെ ഡ്രസ് ആവക്കാടാണ് ഗൈസ്. അവക്കാഡോ പ്രിന്റുള്ള ഡ്രസ്സാണ് അല്ലേ? ടോട്ടോ കുട്ടപ്പനായി ഗൈസ്. പിക്കാച്ചു ടോട്ടോ പിക്കാച്ചു കറക്റ്റ് ആണ് അല്ലേ? അല്ല ഫിറ്റ് ഇങ്ങനെ തന്നെയാണ്. ഫിറ്റായി നിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിളിക്കാൻ പോകുന്ന ടോട്ടോ പിക്കാച്ചു. ഓണെടുത്തോ. ഇത് ടോട്ടോൻ്റെ ഒരു കൂടാണ്. ഞങ്ങൾ എങ്ങാനും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാൽ ഓനിതിൽ ഇരുത്തിയിട്ട് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ ഇറങ്ങാമല്ലോ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചതാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പഴയൊരു ബാട്ടയിൽ വിരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കാരണവശാലും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല.
ഇന്ന് ഞങ്ങളെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടത് കേട്ടോ. ഞാനിതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ടുസോക്ക് ഓൺലൈൻ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് കേട്ടോ. അത് കറക്റ്റ് അത് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്നറിയില്ല. അവർക്ക് 3 പേർക്കും ടീഷർട്ടും എനിക്കൊരു ടീഷർട്ട് ഡ്രസ്സും ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നല്ലതാണ്. കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പോണ വഴിക്ക് ആദ്യം ഫുഡ് കഴിക്കണം. അതാണ് നമ്മൾ ആദ്യത്തെ ടാസ്ക്. എന്നിട്ട് വേണം നമുക്ക് കറക്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ജസ്റ്റ് ഡ്രൈവാണ് കേട്ടോ. ആദ്യം വയനാട് വഴി പോയിട്ട് മുതുമലൈ ഫോറസ്റ്റ്, ബന്ദിപ്പൂർ ഫോറസ്റ്റ്, ഞങ്ങളൊരു ഫോറസ്റ്റ് ഡ്രൈവിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ആ വഴിക്കൊക്കെ പോയിട്ട് തിരിച്ച് മുത്തങ്ങ ഫോറസ്റ്റ് വഴി ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുന്ദമംഗലം എത്തിയപ്പോഴത്തിന് ഒരു ഹോട്ടൽ സ്വീകരണമുണ്ട്. കുറേ മുമ്പ് മുതലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ടോട്ടോയെ കാറിൽ ഇരുത്തിയിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അവനൊരു ബ്രീത്തിങ് സ്പേസിന് വേണ്ടി കാറിൻ്റെ വിൻഡോ കുറച്ച് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പൊറോട്ട, 2 പത്തിരി, ഫുഡ്. ആര്യന് പൊറാട്ട വാങ്ങിയിട്ടുണ്ട്. ഇനുനെന്താ വാങ്ങിയേ? പൊരിച്ചൊത്തിരി അല്ലേ? സുജിയും പൊരിച്ചൊത്തിരി, എനിക്ക് പുട്ട്. 3 തരം ഫുഡാണുള്ളത്. പൊറാട്ട, പൊരിച്ചൊത്തിരി, പിന്നെ പുട്ട്. പക്ഷെ ഇതിനൊക്കെ ഒറ്റൊരു കറിയേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, ബീഫ് കറിയായിട്ട്. ചെറിയ മോന് നല്ല വിശപ്പായിട്ട് അതിന് മുമ്പേ സമൂസയൊക്കെ വാങ്ങി ഇരുന്ന് അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തോട്ടക്ക് വെള്ളം ഒഴിക്കാൻ പോകാൻ തോട്ടക്ക് ദാഹിക്കാനുണ്ട്. ചിലപ്പോ ഫുഡ് കൊടുക്കണ്ട. ഫുഡ് കൊടുക്കില്ല, ഇച്ചിരി വെള്ളം കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ടോട്ടോനെ കുറച്ച് പുറത്തൊക്കെ ഇറക്കി നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഡ്രൈവ് അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി പതുക്കെ പതുക്കെ പോകാമെന്നുള്ള ഒരു മൂഡിലാണ്. അപ്പോൾ ടോട്ടോനെ പുറത്തിറക്കി കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവനും കൂടെ ഒന്ന് റിലാക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കാറിലിരുന്ന് കഴിക്കാനും. മക്കൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും കാറിലിരുന്ന് കുറച്ച് എൻജോയ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി നിർത്തിയപ്പോൾ ടോട്ടോനും കൂടി പുറത്തിറക്കി അവന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നോക്കിയായിട്ടോ. അപ്പോൾ ഞങ്ങളെ ബാക്കി
അപ്പോൾ ചുരമൊക്കെ കയറി ഇതാ ഞങ്ങൾ വയനാടെത്തി. ഇതാ വെൽക്കം ടു വയനാട് ബോർഡ്. അപ്പോൾ ടോട്ടൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ചുണ്ടേൽ പറഞ്ഞുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒന്ന് സ്നാക്കൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ പഴംപൊരി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പരിപ്പ് വട, ബോണ്ട, മുട്ട ബജി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പുറമെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ചോക്ലേറ്റ്സ്, പിന്നെ നുറുക്ക്, ലോലിപോപ്സ് അങ്ങനത്തെ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് യാത്ര പോവാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഭക്ഷണം കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. പരിപ്പ് വട, മുട്ട ബജി ഇതൊക്കെ ഞാൻ സൈഡിലൂടെ നല്ല അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലോലിപോപ്പ് ഇതൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ എന്തായാലും. അപ്പോൾ അങ്ങനെ ചായ വേണോ ആർക്കാണ്? ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. ഒരു കുഞ്ഞ് ടീ സ്റ്റോൾ ഉണ്ട്, അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ടോട്ടോനൊന്ന് നടക്കാൻ ഇറക്കിയതാട്ടോ. കട്ടൻ കാപ്പിയാണ് കേട്ടോ. എനിക്ക് പാൽ ചായ എല്ലാ ടൈമൊന്നും കുടിക്കാൻ കഴിയില്ല. അവരൊക്കെ പാൽ ചായയാണ് തോന്നുന്നുണ്ട്. ഇതിന് പാൽ ചായ, കട്ടൻ ചായ. സുജി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ചൂടാറ്റിയിട്ട് മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി യാത്ര ചെയ്തപ്പോൾ ഒരു തലശ്ശേരി തക്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ള ഒരു പ്ലാനായി കേട്ടോ. അതിനൊക്കെ അമ്മക്ക് ഇച്ചിരി തരണേ, കുറച്ച്. മീനു ബിരിയാണി, ആര് ചോറിന് വെയിറ്റ് ചെയ്യാം അല്ലേ? അതൊന്ന് ഇച്ചിരി ഞാനും കൊടുക്കും. സുജി പുൾസൈ. ചെറിയ മോൻ ചോറൊക്കെ ഓർഡർ ചെയ്തെങ്കിലും അത് ഫുള്ളായിട്ട് കഴിക്കാൻ പോണില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ബാക്കി തന്നെയാണ് ഞാനും കഴിച്ചത്. വേറെ ഞാനൊന്നും ഓർഡർ ചെയ്തില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഇഷ്ടം പോലെ ബാക്കി ഉണ്ടായിരുന്നു. അതിന് കൂടെ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരാൾ എന്താ പറയുക ചക്കയൊക്കെ അങ്ങനെ പിഴുതിട്ട് വിൽക്കുന്ന കണ്ടിട്ടോ. ചക്കയും പിന്നെ ഒരു സ്റ്റാർ ഫ്രൂട്ടും, അത് രണ്ടും മാത്രമേ അയാളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കിയപ്പോൾ അവർക്കത് അത്ര വലിയ ലൈക്കായില്ല കേട്ടോ. പിന്നെ അത് ഒറ്റൊന്നേ വാങ്ങിയുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് ചക്ക വാങ്ങി കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ചക്കയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കഴിച്ച്
യാത്ര ഞങ്ങൾ പിന്നെ തുടർന്നു. അപ്പോൾ മുതുമലൈ ഫോറസ്റ്റ് ഇവിടെ കഴിയാണ്. അപ്പോൾ ടൈഗറിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറേ ആനേനെയൊക്കെ കാണാൻ പറ്റി. ചില സമയത്ത് അതുപോലും ഉണ്ടാവാറില്ല കേട്ടോ ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ. പിന്നെ മാന്, മയിൽ, മങ്കീസ്, മക്കൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മളിപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്ക് എൻട്രി ആണ് കേട്ടോ. ദ വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്നുള്ളൊരു വലിയൊരു ഗേറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൻ്റെ പേര് മാറി വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് കേട്ടോ. ഇനി ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യണത്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങൾ ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കേട്ടോ. എന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ടോട്ടോനൊക്കെ ഒന്ന് പുറത്ത് നടത്തി ഞങ്ങളും കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ടോട്ടോൻ്റെ ഡ്രസ്സൊക്കെ അഴിഞ്ഞു കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഓന അടങ്ങി നിൽക്കാത്തൊരു പ്രകൃതമാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താലും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ അവൻ ഊരി മാറ്റിയിട്ടുണ്ട്. അവൻ്റെ മേലിൽ കറക്റ്റ് നിൽക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞാൻ കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ അതിനുശേഷം മക്കൾക്ക് ഗോലി സോഡ കണ്ടപ്പോൾ ഗോലി സോഡ വേണം എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണ് കേട്ടോ.
Wow. Press button. Press it. വാ ടേസ്റ്റ് ഉണ്ടോ? മറ്റേതിനെ പോലെ തന്നെയാ? അന്ന് നമ്മൾ കുടിച്ച പോലെയാ? അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? പൊട്ടിക്കാൻ പറ്റും. അല്ലേ? അപ്പോൾ അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടമായപ്പോൾ പിന്നെ ഞാനും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവരൊക്കെ ലെമൺ ഫ്ലേവറാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ ഓറഞ്ച് ഫ്ലേവറാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവിടെ കുറച്ച് ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കുടിക്കാൻ പറ്റില്ല. വീണ്ടും ഞാൻ ലെമൺ ഫ്ലേവർ തന്നെ വാങ്ങി കുടിച്ചത്. അപ്പോൾ മൂത്ത മോന് ആ ഗോലി പ്രസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയത് അവൻ പ്രസ് ചെയ്തു കേട്ടോ. ആദ്യം ഈ ഓറഞ്ച് ഫ്ലേവറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതെന്തോ ഒരു ഫ്രീസായി പോയൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലെമൺ ഫ്ലേവർ തന്നെയാണ് വാങ്ങി കുടിച്ചത് കേട്ടോ. ഓറഞ്ച് ഇല്ല, ಆರೆಂಜ್ ಅದು ಐಸ್ ಆಗ್ಬಿಟ್ಟಿದೆ ನೋಡಿ. ಇದು ಓಕೆನಾ? ಓಕೆನಾ? ഓറഞ്ച് എല്ലാം ഐസായി പോയി. ಹಾಂ പിന്നെ കുറേ നേരം അങ്ങനെ പോയപ്പോൾ വഴിയിൽ നല്ല സൺഫ്ലവറും പിന്നെന്താ മല്ലിക പൂവല്ലേ അതൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 10 രൂപ കേട്ടോ. അപ്പോൾ ഞങ്ങളെ നായ്ക്കുട്ടി അടക്കം 50 രൂപ കൊടുത്തിട്ടാണ് അവിടെ എൻ്റർ ചെയ്തത്. എന്നിട്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു.
ഇവർക്ക് പുട്ടും ബീഫ് കറിയും കഴിക്കാനും ഭയങ്കര കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1-2 സ്ഥലത്ത് പോയി നോക്കിട്ടോ. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ വഴിക്ക് വന്നാൽ, അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ 1-2 ഹോട്ടൽസിലും കൂടി ചോദിച്ചു നോക്കി. പക്ഷെ എവിടെയും ഒന്നുകിൽ ബീഫ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സുൽത്താൻ ബത്തേരി എന്നുള്ള ഒരു പ്ലേസാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഫുഡ് ബേ എന്നുള്ള ഒരു ഹോട്ടലിൽ കയറി. അവിടെ പുട്ടുണ്ടോ എന്ന് ചോദിച്ചു, പക്ഷെ പുട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും മക്കൾക്ക് നല്ല വിശന്നുകൊണ്ട് പറഞ്ഞു ഇനി എന്താ ഉള്ളത് ഞങ്ങൾ കഴിച്ചോളാം എന്നുള്ള ഒരു മൂഡിലെത്തിയിട്ടോ അവർ. അവിടെ എത്തിയപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പേപ്പറിൽ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് അപ്പം തന്നെ അവിടുത്തെ ആൾക്കാരോട് ചെറിയ പെൻസിലൊക്കെ ചോദിച്ച്, അപ്പോൾ അവരൊരു കുഞ്ഞി ക്രയോൺസ് പൊട്ടിച്ച ഒരു കളർ അങ്ങനത്തെ തന്നു കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് അവർ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എടാ ഇത് ഇതിൽ കൂടെ വരുമ്പോൾ ഇത് എങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യാ? ഇതിങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 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 അവിടെ നിന്നു. ഇങ്ങനെ 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 ഇങ്ങനെ. അത് വേറെ, ഇത് ഫുള്ള് ഇത് തെറ്റാ. അവിടെ അവിടെ ബർഗർ അവിടെ ഇരിക്കും നീറ്റായിട്ട് കഴിക്കും, നീറ്റായിട്ട് കഴിക്കും. അവിടെ ഇരുന്നിട്ട് കഴിക്കും. ഈനു ചീറ്റിംഗ് ആണ്. ദിസ് ഈസ് നോട്ട് റൈറ്റ്. അതിന്റെ അടിയിൽ കഴിക്കും. അതും അങ്ങനെ തന്നെ ആയിരിക്കും, ചീറ്റിംഗ് ആയിരിക്കും. അത് ചീറ്റിംഗ് ആണ്. ഞാൻ ചെയ്തത് കറക്റ്റ്. ആര്യ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആര്യ ചെയ്തു, കുറെ ടൈം എടുത്തിട്ടാണെങ്കിലും ആര്യ കറക്റ്റ് ചെയ്തു. ഇരു 2 എണ്ണം ചെയ്ത് 2 ചീറ്റിംഗ്. ആരും എന്താ കഴിക്കണേ? പൊറോട്ട. ഞാൻ ഗീ റൈസും ബീഫും. അവസാനം പുട്ട് കിട്ടിയില്ല ഗൈസ്. ഈ കഴിക്കണ കാണുന്നുണ്ടല്ലോ. എന്താ കഴിക്കണേ? ബർഗർ കാണുന്നില്ലേ? എടാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര വെച്ചാൽ നല്ല മഴയായിരുന്നു. മുന്നിലേക്ക് കാണുന്ന പോലും ഇല്ലാത്തൊരു രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ. നല്ല മഴയും പിന്നെ ചുരത്തിലെ ബ്ലോക്കും രണ്ടും കൂടി ആയിട്ട് നല്ല ടൈം എടുത്തിട്ടുണ്ട് താഴെ അടിവാരം എത്താൻ വേണ്ടിയിട്ട്. ചുരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തിയപ്പോൾ പിന്നൊരു ബേക്കറിയിൽ കയറിയിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ 1-2 സാധനങ്ങൾ ബ്രെഡ് അങ്ങനത്തതൊക്കെ മക്കൾക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഐസ്ക്രീമും കൂടി വാങ്ങി കഴിച്ച് നേരെ വീട്ടിലെത്തി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ വേഗം പിന്നെ മക്കളൊക്കെ നല്ല ഉറക്ക മൂഡിലെത്തിയിട്ടുണ്ടായിരുന്നു. 11 മണി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ. രാവിലെ 10 മണിക്ക് തുടങ്ങി രാത്രി 11 മണിക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. പിന്നെ നാളെ സ്കൂളുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം കിടക്കാനുള്ള ഓരോ ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.